ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സാണ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ 1 by 1 ആയിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് വണ്ണ് ഈക്വൽ വെക്റ്റേഴ്സ്. ഈക്വൽ വെക്റ്റേഴ്സ് എപ്പോഴാണ് നമ്മൾ രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ വെക്റ്റേഴ്സ് അറിയപ്പെടുക? ഞാൻ എക്സാമ്പിൾസ് കാണിക്കാം, നിങ്ങൾ അത് വെച്ചിട്ട് ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതാം കേട്ടോ. ലെറ്റ്സ് കൺസിഡർ ദാറ്റ് വി ഹാവ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. Okay, now this vector A and vector B are example for a pair of equal vectors. ഈ രണ്ട് വെക്ടറും ഒരു പെയർ, ഒരു ജോഡി ഈക്വൽ വെക്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. എങ്ങനെ മനസ്സിലായി? അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് എപ്പോഴാണ് ഈക്വൽ എന്ന് പറയാം? രണ്ടും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ നോക്കൂ, ഇത് രണ്ട് ഇതേ ലെങ്ത് തന്നെ നിങ്ങളിത് വരയ്ക്കുക, രണ്ടും പാരലലും വരയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ you can see that here vector A is equal to vector B. റീഡ് ചെയ്യേണ്ട vector A is equal to vector B. ഓക്കെ, അപ്പോൾ മനസ്സിലായോ നമുക്ക്? when we say that two vectors are equal, two vectors are said to be equal if they have same magnitude and acting in the same direction. സെയിം ഡയറക്ഷൻ. അപ്പോൾ ഈക്വൽ വെക്റ്റേഴ്സ് എങ്ങനെ എഴുതാം നമുക്ക്? വെക്റ്റേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ known as equal vectors. മനസ്സിലായോ? സിമ്പിൾ. Two vectors are said to be equal vectors if they have same magnitude and acting in the same direction. എന്നിട്ട് ജോമെട്രിക്കലി രണ്ട് വെക്റ്റേഴ്സ് വരച്ചിട്ട് അത് കാണിക്കുക, എക്സാമ്പിൾ കാണിക്കുക. എന്ത് ചെയ്യണം? ലെങ്ത്ത് സെയിം ആക്കുക, രണ്ടും ഒരേ ലെങ്ത്ത് വരക്കുക, രണ്ടും ഒരേ ഡയറക്ഷനും കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ്, സെക്കൻഡ് വണ് ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ്. ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ അൺഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയാം. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അൺഈക്വൽ വെക്റ്റേഴ്സ് എന്താണ്? എക്സാമ്പിൾ ഞാൻ വീണ്ടും പറയുന്നു. നമ്മൾ മറ്റൊരു വെക്റ്റർ ശ്രദ്ധിക്കുക, വെക്റ്റർ ബി ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഒരു വെക്റ്റർ എ അങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, വെക്റ്റർ ബി ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കട്ടോ, അത് ഈ സിമ്പിൾസ്, ഇത് വെക്റ്ററിൻ്റെ സിമ്പിൾസ് ആണ്. അപ്പോൾ വെക്റ്റർ ബി ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ സിമ്പിൾ എഴുതുമ്പോൾ വെക്റ്റർ ഇങ്ങോട്ട് ഇടേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? വെക്റ്ററിൻ്റെ സിമ്പിൾ നമ്മളെപ്പോഴും റൈറ്റിലോട്ട് തന്നെ ഇങ്ങനെ വെക്റ്റർ ബി. പക്ഷേ ഇതിവിടെ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് അതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇത് രണ്ടും. ഇതിൻ്റെ സിമ്പിളാണ് എ ബി. സിമ്പിൾസ് എഴുതുമ്പോൾ എപ്പോഴും ആ ലെറ്ററിൻ്റെ മേലെ റൈറ്റിലോട്ടാണ് നമ്മൾ ആരോ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബോർഡിലുള്ള ഈ രണ്ട് വെക്റ്റേഴ്സ്, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ആർ എ പെയർ ഓഫ് അൺഈക്വൽ വെക്റ്റേഴ്സ് ഓർ എ പെയർ ഓഫ് ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ പറയാം. എപ്പോഴാണ് രണ്ട് വെക്റ്റേഴ്സ് ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് ആവുക അല്ലെങ്കിൽ അൺഈക്വൽ വെക്റ്റേഴ്സ് ആവുക? Two vectors are said to be unequal vectors if they have same magnitude and acting in the opposite direction. മാഗ്നിറ്റ്യൂഡ് സെയിം, അഥവാ ഇതിന് രണ്ടും ഒരേ ലെങ്ത്ത് കൊടുക്കുക, പക്ഷേ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ വരുമ്പോൾ ആ സമയത്ത് നമ്മളതിനെ ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ഈക്വൽ വെക്റ്റേഴ്സ് എന്താണ്? ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനും. ഒരേ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനും ആണെങ്കിൽ അതിനെ നമ്മൾ ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ അൺലൈക്ക് വെക്റ്റേഴ്സ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് തേർഡ് വണ്ണാണ് ലൈക്ക് വെക്റ്റേഴ്സ്. ലൈക്ക് വെക്റ്റേഴ്സ്. ഓക്കെ, ലൈക്ക് വെക്റ്റേഴ്സ് എന്താണ്? ഞാൻ വീണ്ടും എക്സാമ്പിൾ കാണിക്കുക. ലെറ്റ്സ് കൺസിഡർ ദാറ്റ് വി ഹാവ് ടു വെക്റ്റേഴ്സ്, വെക്റ്റർ F1 ആൻഡ് വെക്റ്റർ F2. നമ്മുടെ കയ്യിൽ രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്. വെക്റ്റർ F1ഉം വെക്റ്റർ F2 എന്ന് പറയുന്ന രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്. ഈ രണ്ട് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ദീസ് ആർ എക്സാമ്പിൾ ഫോർ എ പെയർ ഓഫ് ലൈക്ക് വെക്റ്റേഴ്സ്. ലൈക്ക് വെക്റ്റേഴ്സിന് എക്സാമ്പിളാണ് ഈ രണ്ട് വെക്റ്റേഴ്സ്. എന്താണ്? രണ്ടും നോക്കൂ, പാരലലാണ്, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് നോക്കൂ, മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്. അതല്ല, മാഗ്നിറ്റ്യൂഡ് ഞാനിപ്പോൾ രണ്ടാമത്തിൻ്റെ കേസിൽ മാഗ്നിറ്റ്യൂഡ് തന്നെ കൊടുത്തു എന്ന് അസ്യൂം ചെയ്യാം, F2. ഓക്കെ, ഇത് ഈ F1ഉം F2ഉം എന്തിന് എക്സാമ്പിളാണ്? ലൈക്ക് വെക്റ്റേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ സെയിം ആവാം, മാഗ്നിറ്റ്യൂഡ് ഈക്വലൻ്റ് ആവാം, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആവാം. ഇതും ലൈക്ക് വെക്റ്റേഴ്സിന് എക്സാമ്പിളാണ്. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെ നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റും? യു ക്യാൻ സി ദാറ്റ് വെക്റ്റർ F1 ആൻഡ് വെക്റ്റർ F2 ആർ an example for a pair of like vectors. Therefore like vectors are
vectors having same or different magnitude and acting in the same direction. മാഗ്നിറ്റ്യൂഡ് സെയിം ആവാം, ഡിഫറൻ്റ് ആവാം, പക്ഷേ ഡയറക്ഷൻ സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള വെക്റ്റേഴ്സ് നമ്മൾ ലൈക്ക് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ലൈക്ക് വെക്റ്റേഴ്സ് ആർ ദ വെക്റ്റേഴ്സ് ഹാവിങ് സെയിം ഓർ ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡ് ബട്ട് ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കും. നേരത്തെ പറഞ്ഞ ഈക്വൽ വെക്റ്റേഴ്സ് ലൈക്ക് വെക്റ്റേഴ്സ് തന്നെയാണ്. പക്ഷേ ലൈക്ക് വെക്റ്റേഴ്സ് എപ്പോഴും എന്താവില്ല, ഈക്വൽ വെക്റ്റേഴ്സ് ആവണമെന്നില്ല അല്ലേ? ലൈക്ക് വെക്റ്റേഴ്സ് ഈക്വലിൻ്റെ ആവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും കൂടെ സെയിം ആവണം. ഓക്കെ, അപ്പോൾ നോക്കൂ, അപ്പോൾ ഇങ്ങനൊരു വെക്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ഇതങ്ങനെ കൊടുത്തു, രണ്ട് ഒരേ ലെങ്ത്തും കൊടുത്തു. അപ്പോൾ ഈ F1 F2 എന്ന് പറയുന്ന രണ്ട് വെക്റ്റേഴ്സ്, ഇതിപ്പോൾ ഈ രണ്ടും ഈക്വൽ വെക്റ്റേഴ്സുമാണ്, ലൈക്ക് വെക്റ്റേഴ്സുമാണ്. പക്ഷേ ഇതിപ്പോൾ ലെങ്ത്ത് എത്രയെങ്കിൽ ഇപ്പോൾ എന്തായി, ഈക്വൽ വെക്റ്റേഴ്സ് അല്ല, കാരണം മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. പക്ഷേ അത് എന്തിന് തുല്യമാണ്? ലൈക്ക് വെക്റ്റേഴ്സിന് തുല്യമാണ്. മനസ്സിലായാലോ? ഒരു സിമ്പിൾ കാര്യമാണ്. ലൈക്ക് വെക്റ്റേഴ്സ് ആർ വെക്റ്റേഴ്സ് ഹാവിങ് സെയിം ഓർ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ബട്ട് ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇനി നെക്സ്റ്റ് വണ്ണാണ് അൺലൈക്ക് വെക്റ്റേഴ്സ്. അൺലൈക്ക് വെക്റ്റേഴ്സ്, അൺലൈക്ക് ഏകദേശം ഇതുപോലെയാണ്, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അൺഈക്വലുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്, പക്ഷേ ആബ്സല്യൂട്ട്ലി സെയിം അല്ല. അപ്പോൾ അൺലൈക്ക് വെക്റ്റേഴ്സ് ഞാൻ എക്സാമ്പിൾ പറയാം. ലെറ്റ്സ് കൺസിഡർ ദാറ്റ് വി ഹാവ് എ പെയർ ഓഫ് വെക്റ്റേഴ്സ്. We have a pair of vectors, vector F1 and vector F2. Vector F2. Vector F1 and vector F2. നോക്കൂ, വെക്റ്റർ F1. ഓക്കെ, ഇതെന്താണ്? മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഇത് വരയ്ക്കുമ്പോൾ പാരലായിട്ട് വരയ്ക്കുക. മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്, പക്ഷേ ആക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അൺലൈക്ക് വെക്റ്റേഴ്സ് ആയിട്ട് പറയാം. അപ്പോൾ അൺലൈക്ക് എന്താണ്? അൺലൈക്ക് വെക്റ്റേഴ്സ് ആർ വെക്റ്റേഴ്സ് ഹാവിങ് സെയിം ഓർ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ബട്ട് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ ലൈക്കിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ഭാഗം സെയിമാണ്. എന്ത് ലൈക്ക് വെക്റ്റേഴ്സ് ആയാലും എന്താണ്? വെക്റ്റേഴ്സ് ഹാവിങ് സെയിം ഓർ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്. അത് ഇവിടെ അതന്നെ അൺലൈക്ക് ആകുമ്പോഴും വെക്റ്റേഴ്സ് ഹാവിങ് സെയിം ഓർ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ബട്ട് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആർ നോൺ ആസ് അൺലൈക്ക് വെക്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് വെക്റ്റർ നോക്കൂ. ഫിഫ്ത്ത് വണ്ണാണ് യൂണിറ്റ് വെക്റ്റർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് വെക്റ്ററാണ്, നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു വെക്റ്ററാണ് യൂണിറ്റ് വെക്റ്റർ. വാട്ട് യു മീൻ ബൈ യൂണിറ്റ് വെക്റ്റർ? അതിന് ആൻസർ അതിൽ തന്നെ ഉണ്ട്. യൂണിറ്റ് മീൻസ് വൺ. എന്ത് വണ്ണ് വരിക? മാഗ്നിറ്റ്യൂഡ് വൺ ആയിട്ടുള്ള ഏത് വെക്റ്ററിനെയും നമുക്ക് യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, therefore യൂണിറ്റ് വെക്റ്റേഴ്സ് ആർ വെക്റ്റേഴ്സ് ഓർ എനി വെക്റ്റർ വിത്ത് മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ഈസ് നോൺ ആസ് യൂണിറ്റ് വെക്റ്റർ. എനി വെക്റ്റർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 1 ഈസ് നോൺ ആസ് യൂണിറ്റ് വെക്റ്റർ. ഇനി ഒരു വെക്റ്റർ യൂണിറ്റ് വെക്റ്ററാണെന്ന് തിരിച്ചറിയാൻ നമ്മളതിൻ്റെ സിമ്പലിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. എ വെക്റ്റർ എ ഈസ് എ യൂണിറ്റ് വെക്റ്റർ, ദെൻ ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ എ ക്യാപ്. വെക്റ്റർ എ യൂണിറ്റ് വെക്റ്റർ ആകുമ്പോൾ നമ്മളിതിൻ്റെ സിമ്പൽ ഇങ്ങനെ ആരോ ഇട്ടിട്ടല്ല, ഇങ്ങനെ ക്യാപ്പ് ഇട്ടിട്ടാണ് പറയാം. ദാറ്റ് ഈസ് റീഡ് ആസ് എ ക്യാപ്പ്. ഇങ്ങനെ റീഡ് ചെയ്യാം. അപ്പോൾ എ ക്യാപ്പ് എന്ന് കാണാൻ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരു യൂണിറ്റ് വെക്റ്ററാണ്. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്റ്റർ ദെൻ യു ക്യാൻ സീ ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഈ വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് നോക്കൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 1, മോഡുലസ് 1. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ 1 അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള ഒരു വെക്റ്ററിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയാം. അപ്പോൾ ഒരു യൂണിറ്റ് വെക്റ്റർ ആണെങ്കിൽ അതിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഇതാണ്, മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, നമ്മുടെ കയ്യിൽ പല യൂണിറ്റ് വെക്റ്റേഴ്സ്. ഇതൊരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററാണത്, യൂണിറ്റ് വെക്റ്റർ, കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു ഫോഴ്സ് വെക്റ്റർ, ആ ഫോഴ്സ് വെക്റ്ററിൻ്റെ വാല്യൂ നോക്കൂ 1 ന്യൂട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ യൂണിറ്റ് വെക്റ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ഇവിടെ ഡി ക്യാപ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈക്വൽ ടു 1, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് വെക്റ്റർ ഈ കേസിൽ 1 ന്യൂട്ടൺ, ഇവിടെ 1 മീറ്റർ. അപ്പോൾ ഇവിടെ ഈ ഫോഴ്സ് വെക്റ്റർ അതുപോലെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഇത് രണ്ടും യൂണിറ്റ് വെക്റ്ററിന് എക്സാമ്പിളാണ്. കാരണം ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് യൂണിറ്റി 1 എന്ന് പറയാം.
ഓക്കെ, അത് ക്വാണ്ടിറ്റി ഏതോ അതിനനുസരിച്ച് യൂണിറ്റ് മാറും. യൂണിറ്റ് ഇവിടെ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് 1 മീറ്റർ, ഇത് ഫോഴ്സ് ആയതുകൊണ്ട് 1 ന്യൂട്ടൺ. ഇനി നമ്മളെ കയ്യിലൊരു പിന്നെ വെലോസിറ്റി വെക്ടർ, യൂണിറ്റ് വെലോസിറ്റി വെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 മീറ്റർ പെർ സെക്കൻഡിന് തുല്യം. അപ്പോൾ എനി വെക്റ്റർ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 1 ഈസ് നോൺ ആസ് എ യൂണിറ്റ് വെക്റ്റർ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ക്യാപ്. റീഡ് ആസ് എ ക്യാപ്. എ ക്യാപ് എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് കാണാനാണ് നമ്മളിങ്ങനെ 2 പാരലൽ ലൈൻസിനടക്കം ഒരു വെക്ടർ കാണിച്ചാൽ അതിനർത്ഥം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്നുള്ള. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ടത് നമ്മളെ കയ്യിലൊരു യൂണിറ്റ് വെക്ടർ അല്ല, മറ്റൊരു വെക്ടറാണുള്ളത് എന്ന് അസ്യൂം ചെയ്യുക. യൂണിറ്റ് അല്ലാത്ത, മാഗ്നിറ്റ്യൂഡ് 1 അല്ലാത്ത ഒരു വെക്ടർ ആണെങ്കിൽ ആ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. നോക്കൂ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു വെക്ടറിനെ നിങ്ങളൊരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലുള്ള എഫക്റ്റ് കൂടെ ഒന്ന് നോക്കണം. ശ്രദ്ധിക്കൂ, എന്താണ് ഒരു വെക്ടറിന് ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് എ വെക്ടർ വിത്ത് എ സ്കേലാർ വാല്യൂ, ലെറ്റ്സ് കൺസിഡർ ദാറ്റ് വി ഹാവ് എ വെക്ടർ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഡി. അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഞാനൊരു 5 മീറ്റർ, 5 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ്, 5 മീറ്റർ മാഗ്നിറ്റ്യൂഡുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഉണ്ട് നമ്മളെ കയ്യിൽ. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം? വെക്ടർ ഡി മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 5 മീറ്റർ അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാൻ ഈ വെക്ടറിനെ വെക്ടർ ഡി ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് എക്സാമ്പിൾ 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അതൊരു ടൈപ്പ് മൾട്ടിപ്ലിക്കേഷനാണ്. എ വെക്ടർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ സ്കേലാർ അല്ലേ? നമ്പേഴ്സൊക്കെ സ്കേലാർ വാല്യൂ ആണ്, അതിന് ഡയറക്ഷനിലല്ലോ. അപ്പോൾ ഇതൊരു സ്കേലാറാണ്, ഇതൊരു വെക്ടറാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? വെക്ടറാണോ കിട്ടുക അല്ലെങ്കിൽ സ്കേലാറാണോ കിട്ടുക? എന്താ സംഭവിക്കാൻ ശ്രദ്ധിക്കും നിങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ വെക്ടറിനെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സംഭവിക്കുക ഇതിൻ്റെ ലെങ്ത്ത് ആ സ്കേലാറിൻ്റെ വാല്യൂ അത്രയും ടൈംസ് കൂടും. അപ്പോൾ ആൾറെഡി ഇത് 5 മീറ്റർ ആണുള്ളത്. അപ്പോൾ 5 മീറ്ററിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ഡബിളായിട്ട് മാറും, അഥവാ ഇങ്ങനെ പിന്നെ ഡബിൾ ലെങ്ത് ആയിട്ട് ഇൻക്രീസ് ചെയ്യും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ എത്ര വരും? 10 മീറ്റർ ആണ്. 10 മീറ്റർ ലെങ്ത് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. എന്താ നമ്മൾ ചെയ്തത്? വി ഹാവ് എ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഡി ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 5 മീറ്റർ. അതിന് ഞാൻ 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതോടുകൂടി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 മീറ്റർ ഡബിൾ ചെയ്തു. 2 കൊണ്ടുള്ള മൾട്ടിപ്ലൈ ചെയ്ത്. പക്ഷേ ഡയറക്ഷൻ നോക്കൂ, സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നോക്കൂ നിങ്ങൾ, നമുക്ക് വീണ്ടും കിട്ടിയത് എന്താണ്? വെക്ടറാണോ സ്കേലാറാണോ കിട്ടിയത്? ഒരു ക്വാണ്ടിറ്റി വെക്ടർ ആണെങ്കിൽ എന്ത് വേണം? അതിന് ഡയറക്ഷൻ വേണം, അതിന് മാഗ്നിറ്റ്യൂഡും വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഒരു പുതിയ വെക്ടറാണ് കിട്ടിയത്. ഈ 2 വെക്ടറും തുല്യമാണോ? അല്ല അല്ലേ? എന്താണ് ഇതിൻ്റെ ലെങ്ത് ഇത്രയല്ലോ, ഇതിന് 5 ഉള്ളൂ, ഇതിവിടെ 10 ഉണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണെങ്കിൽ 2 വെക്ടേഴ്സ് ഈക്വൽ വെക്ടേഴ്സ് ആണോ? അല്ല, ഇത് ലൈക്ക് വെക്ടേഴ്സ് ആവുന്നുള്ളൂ. അപ്പോൾ നമുക്കതിനെ പുതിയൊരു വെക്ടറായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇൻറ്റു വെക്ടർ ഡി ചെയ്യുമ്പോൾ കിട്ടുന്നത് മറ്റൊരു വെക്ടറാണ്. ഞാൻ അതിനെ വെക്ടർ വെക്ടർ ബി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വെക്ടർ ബി എന്ന് എഴുതാം. പുതിയൊരു വെക്ടറാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? വാട്ട് ഹാപ്പൻസ് if you multiply a vector with a scalar, if you multiply a vector with a scalar, you will get a new vector quantity. ഒരു പുതിയ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്, അല്ലാതെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി അല്ല. ഇനി എന്താണ് പുതിയ വെക്റ്ററും പഴയ വെക്റ്ററും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തത് അല്ലേ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തത്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് നോക്കൂ, ശ്രദ്ധിക്കുക നിങ്ങൾ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ന്യൂ വെക്റ്റർ, പുതിയ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് തുല്യമാണ് നോക്കൂ? 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഡി അല്ലേ? നോക്കൂ, ഇതിൻ്റെ ലെങ്ത്ത് നോക്കൂ, 5 ആണ്. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ഡബിൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്ര ആയിട്ട് ഇൻക്രീസ് ചെയ്തു? 2 ടൈംസ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡുകൾ തമ്മിലുള്ള കണക്ഷനാണ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു 2 ടൈംസ് വെക്റ്റർ എ. ഓക്കെ, ഒരു ക്യാൻ ചെയ്യാം. ഞാൻ തൽക്കാലം ഈ വെക്റ്റർ ഡി എ ബി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഞാൻ ഇതിനെ വെക്റ്റർ എ എന്ന് പറയുന്നു, ഇവിടെ വെക്റ്റർ എ ഇടാം, വെക്റ്റർ എ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ആദ്യം ഒരു വെക്റ്റർ എ ഉണ്ട്. ആ വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് 5 മീറ്റർ ആണ്. അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പുതിയൊരു വെക്റ്റർ കിട്ടിയതാണ് വെക്റ്റർ ബി. എങ്കിൽ വെക്റ്റർ എയും വെക്റ്റർ ബിയും തമ്മിലുള്ള കണക്ഷനാണ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു 2 ടൈംസ് വെക്റ്റർ എ. വെക്റ്റർ ബിയും വെക്റ്റർ എയും മാഗ്നിറ്റ്യൂഡ് തമ്മിലുള്ള കണക്ഷൻ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു 2 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ
എ. ഓക്കെ, ഇതാണ് എന്ത്, ഇഫ് യു മൾട്ടിപ്ലൈ എ സ്കേലാർ, ഇഫ് യു മൾട്ടിപ്ലൈ എ വെക്റ്റർ ക്വാണ്ടിറ്റി വിത്ത് എ സ്കേലാർ ക്വാണ്ടിറ്റി, കിട്ടിയ റിസൾട്ട് എന്താണ്? യു വിൽ ഗെറ്റ് അഗെയിൻ എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി ഈ മൾട്ടിപ്ലൈ ചെയ്ത ഈ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പർ നമ്മൾ പോസിറ്റീവ് നമ്പർ അപ്പോൾ കൊടുത്തത്. ഇനി അതല്ല നിങ്ങൾ -2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിലോ, മൈനസ് കൊണ്ട്, അപ്പോൾ ബി ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു എ. മൈനസ് ഇവിടെ വരുന്നതോടുകൂടി ഡയറക്ഷൻ ഓപ്പോസിറ്റ് വരും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക ഇങ്ങനെയല്ല കിട്ടുക, വാല്യൂ നോക്കൂ, ഡബിൾ ലെങ്ത്ത് ഡബിൾ ആവും, 2 കൊണ്ടായതുകൊണ്ട് ഡബിൾ ലെങ്ത്ത് ആവും, പക്ഷേ ഡയറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു വെക്റ്റർ എ. മാഗ്നിറ്റ്യൂഡ് കൊണ്ട് തന്നെ വരാം അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഇടുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് സൈനിൻ്റെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ വെക്റ്റർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് 2 ടൈംസ് അല്ലേ, മനസ്സിലായോ നമുക്ക്? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയാലും എന്താണ്, മാഗ്നിറ്റ്യൂഡ് തമ്മിലുള്ള ലെങ്ത്തുകളുടെ തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും? ഇതിൻ്റെ ലെങ്ത്തിൻ്റെ ഡബിളാണ് ഈ ലെങ്ത്ത്, ഡയറക്ഷനെ മാറിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെ എഴുതുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു 2 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? പുതിയൊരു വെക്റ്റർ തന്നെ നമുക്ക് കിട്ടുന്നത്, പക്ഷേ പുതിയ വെക്റ്റർ അഥവാ ന്യൂ വെക്റ്റർ ആൻഡ് ഓൾഡ് വെക്റ്റർ ആർ ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. ഓക്കെ, എന്താണ്? ഇഫ് വി മൾട്ടിപ്ലൈ എ വെക്റ്റർ വിത്ത് എ പോസിറ്റീവ് നമ്പർ യു വിൽ ഗെറ്റ് എ ന്യൂ വെക്റ്റർ ക്വാണ്ടിറ്റി. ന്യൂ വെക്റ്റർ ആൻഡ് ഓൾഡ് വെക്റ്റർ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. നമ്മൾ പോസിറ്റീവ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ പുതിയ വെക്റ്ററും പഴയ വെക്റ്റർ രണ്ടും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ഇനി അതല്ല, നിങ്ങൾ നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ എങ്കിൽ ഞാൻ ഈ 2 എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഈ 2ന് പകരം നമുക്ക് ലാംഡ എന്ന് പറയാം. ലാംഡ ഈസ് എ നമ്പർ, എനി നമ്പർ. അപ്പോൾ ഇഫ് വി ഹാവ്, ഇനി ഞാനിതിൻ്റെ ജനറൽ റിസൾട്ട് പറയാണ്. ഇഫ് വി ഹാവ് എ വെക്റ്റർ എ ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് എ സ്കേലാർ ക്വാണ്ടിറ്റി ലാംഡ. ശ്രദ്ധിക്കുക കേട്ടോ, ലാംഡ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ 2 പറഞ്ഞ പോലെ ലാംഡ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ആ ലാംഡയും നമ്മൾ വെക്റ്റർ എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു എങ്കിൽ എന്താ കിട്ടുക? നിങ്ങൾക്കൊരു പുതിയൊരു വെക്റ്ററാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഒരു വെക്റ്ററിനെ ഒരു സ്കേലാർ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും അഗെയിൻ യു വിൽ ഗെറ്റ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതിനെ ഞാൻ വെക്റ്റർ ബി എന്ന് പറഞ്ഞു. അപ്പോൾ വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ് വെക്റ്റർ എ. ആൻഡ് മാഗ്നിറ്റ്യൂഡുകൾ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ന്യൂ വെക്റ്റർ ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ് അഥവാ ലാംഡ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓൾഡ് വെക്റ്റർ. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. ഓക്കെ, ഈ 2 പോയിന്റ് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു വെക്റ്ററിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ എങ്ങനെ വരും, ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഡയറക്ഷൻ എങ്ങനെ മനസ്സിലാക്കാം? ഓക്കെ, ഞാനിത് ഫൈനലായിട്ട് പറയാം. ഇഫ് വി ഹാവ് എ വെക്റ്റർ എ ആൻഡ് എ സ്കേലാർ വാല്യൂ ലാംഡ, then if you multiply the vector with the scalar lambda you will get a new vector b. Vector a and vector b are acting in the same direction if lambda is positive. ഓക്കെ, ലാംഡ പോസിറ്റീവ് ആണെങ്കിൽ എയും ബിയും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അതല്ല ലാംഡ നെഗറ്റീവ് ആണെങ്കിലോ എ ആൻഡ് ബി ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് ഒരു വെക്റ്ററും ഒരു സ്കേലാറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള റിലേഷൻ. എയും ബിയും ഒരേ ഡയറക്ഷനിലാവും. ലാംഡ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോസിറ്റീവ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിൽ വരും. അല്ല ലാംഡ എന്ന് പറയുന്ന ഇപ്പോൾ -2 അഥവാ നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കണക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്റ്റർ ബൈ എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, നിങ്ങൾ വീണ്ടും ഈ യൂണിറ്റ് വെക്റ്റേഴ്സിലോട്ട് ഒന്നുകൂടെ വരാം. എന്താണ് യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് വെക്റ്റേഴ്സ് ആർ ദ വെക്റ്റേഴ്സ് വിത്ത് മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് 1 അഥവാ യൂണിറ്റ് ആവുന്നതിനാണ് അങ്ങനെയുള്ള വെക്റ്റേഴ്സിനെ നമ്മൾ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഗിവൺ വെക്റ്ററിൻ്റെ ഡയറക്ഷനിൽ എങ്ങനെയാണ് നമുക്ക് യൂണിറ്റ് വെക്റ്റേഴ്സ് ഫോം ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിൽ നോക്കൂ, ലെറ്റ്സ് കൺസിഡർ ദാറ്റ് വി ഹാവ് എ വെക്റ്റർ എ. അതൊരു യൂണിറ്റ് വെക്റ്റർ അല്ല. നമുക്ക് എന്താ വേണ്ടത്? ഈ വെക്റ്റർ എയുടെ ഡയറക്ഷനിൽ ഉള്ള ഒരു യൂണിറ്റ് വെക്റ്റർ ഫോം ചെയ്യണം. എന്താ ചെയ്യാൻ നോക്കൂ. അപ്പോൾ ഈ വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് ലെറ്റ്സ് കൺസിഡർ ഇറ്റ് ഈസ് 3 മീറ്റർ. അതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ 3 മീറ്റർ ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അഥവാ ഈ ലെങ്ത്ത് 3 മീറ്റർ ആണ്. ആ 3 മീറ്ററിന് പകരം 1 മീറ്റർ ആണെങ്കിൽ അതൊരു യൂണിറ്റ് വെക്റ്റർ ആണ് അല്ലേ. അപ്പോൾ ഈ 3 മീറ്റർ നോക്കൂ, ഞാൻ ഒരു എക്സാമ്പിൾ ഇതാ.
1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ അങ്ങനെ ടോട്ടൽ 3 മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ഭാഗം മാത്രം ഇതിന് 1/3 മാത്രം എടുത്താൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നോക്കൂ, ഇതേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, വെക്റ്റർ എയുടെ അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് എ ക്യാപ്പ് എന്ന് പറയാം നമുക്ക് ഇതിനെ ഈ ഒരു വെക്റ്ററിനെ എ ക്യാപ്പ് എന്ന് പറയാം. അങ്ങനെ ആ എ ക്യാപ്പിനെ 3 ടൈംസ് വന്നാൽ നമ്മളെ വെക്റ്റർ എ ആയി. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്താണ്, നമ്മളെ കയ്യിൽ ഒരു വെക്റ്റർ ഉണ്ട്, വെക്റ്റർ എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് അല്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 മീറ്റർ ആണ്. ഓക്കെ, ആ വെക്റ്ററിനെ ഞാൻ 3 ഈക്വൽ പാർട്ടായിട്ട് മാറ്റി. അങ്ങനെ വരുമ്പോൾ 3 മീറ്ററിനെ 3 ഈക്വൽ ആയിട്ട് മാറ്റിയാൽ ഒരു പാർട്ട് 1 മീറ്റർ ആണ്. അപ്പോൾ അത് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡായി. അതിൻ്റെ ഡയറക്ഷൻ വെക്റ്റർ എയുടെ അതേ ഡയറക്ഷൻ ആണെങ്കിൽ ഈ ഒരു പാർട്ടിനെ നമുക്ക് എ ക്യാപ്പ് എന്ന് പറയാമല്ലോ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അതിനെ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മളെ വെക്റ്റർ കിട്ടും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ വെക്റ്റർ എ ഈസ് ഈക്വൽ ടു 3 ടൈംസ് എ ക്യാപ്പ് എന്ന് വന്നു. ഓക്കെ, നമ്മളെ എയിം എന്താണ്? വെക്റ്റർ എയുടെ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെക്റ്ററിൻ്റെ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു യൂണിറ്റ് വെക്റ്റർ എങ്ങനെ ഫോം ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം വെക്റ്റർ എ എന്തിന് തുല്യമാണ്? 3 ടൈംസ് എ ക്യാപ്പ്. എ ക്യാപ്പ് എന്ന് പറയുന്നത് വെക്റ്റർ എ എന്ന് പറയുന്ന ഇത്. ഓക്കെ, ദർഫോർ എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ ക്യാപ്പ് ഞാൻ ഇൻറ്റു 3 ആണുള്ളത്. ഈ ഇൻറ്റു 3നെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഡിവൈഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ വെക്റ്റർ എ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സിമ്പിൾസ് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിവിടെ എ ക്യാപ്പാണ്, ഇതിവിടെ വെക്റ്റർ എ ആണ്. വെക്റ്റർ എ ഡിവൈഡ് ബൈ 3. വെക്റ്റർ എനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എ ക്യാപ്പ് ഫോം ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡിവൈഡ് ബൈ എന്താണ് ഈ 3 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡിന് തുല്യമാണ് അല്ലേ? അപ്പോൾ അതിന് ഞാൻ പകരമായിട്ട് എങ്ങനെ എഴുതി? എ വെക്റ്റർ എ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് വെക്റ്റർ എ. ഓക്കെ, എന്താണ് ഇപ്പോൾ ഫൈനലി കിട്ടിയ കാര്യം ഞാൻ ഇവിടെ നിന്ന് എഴുതാം. എന്താണ്, എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് വെക്റ്റർ ഫോം ചെയ്യുക? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഫൈനൽ എഴുതിയത്. എന്ത്? എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. ഓക്കെ, എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഇമ്പോർട്ടൻറ്റ് ഫോമുലയാണ്. എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. എന്താണ് ഉദ്ദേശിച്ചത്? എങ്ങനെയാണ് ഒരു ഗിവൺ വെക്റ്റർ, അതാണ് നമ്മളെ വെക്റ്ററാണ് വെക്റ്റർ എ. ഹൗ ക്യാൻ യു ഫോം എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്റ്റർ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഒരു വെക്റ്ററിനെ അതിൻ്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദാറ്റ് ഡയറക്ഷൻ. ക്ലിയർ? എ യൂണിറ്റ് വെക്റ്റർ, ശ്രദ്ധിക്കട്ടോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കണം. എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്റ്റർ ക്യാൻ ബി ഫോംഡ് ബൈ ഡിവൈഡിങ് എ ഗിവൺ വെക്റ്റർ വിത്ത് ഇറ്റ്സ് ഓൺ മാഗ്നിറ്റ്യൂഡ്. എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്റ്റർ can be formed by dividing a given vector by its own magnitude. ഒരു വെക്റ്ററിനെ അതിൻ്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ആ വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കിട്ടും. ക്ലിയർ? എന്താണ്, ഒരു വെക്റ്ററിന് അതിൻ്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉള്ള മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് മാറുകയാണ് ചെയ്യുക അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്. ആ വെക്റ്റർ എ ഡിവൈഡ് ബൈ 3 ചെയ്താൽ ഈ വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് മാറും. കാരണം വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് ആൾറെഡി 3 ആണ്. അപ്പോൾ 3/3 അപ്പോൾ 1 ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മളൊരു യൂണിറ്റ് വെക്റ്റർ ഫോം ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ജനറൽ യൂണിറ്റ് വെക്റ്ററാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. വാട്ട് യു മീൻ ബൈ എ യൂണിറ്റ് വെക്റ്റർ എന്ന് വെച്ചാൽ എ യൂണിറ്റ് വെക്റ്റർ ഈസ് എ വെക്റ്റർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 1. എങ്ങനെയാണ് ഒരു വെക്റ്ററിൻ്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്റ്റർ ഫോം ചെയ്യാമെന്ന് ചോദിച്ചാൽ ആ വെക്റ്ററിനെ അതിൻ്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ വെക്റ്റർ എയുടെ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ എ ക്യാപ്പ് ഫോം ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വെക്റ്ററിനെ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞത്. ഓക്കെ, എന്താ സംഭവിക്കാമെന്നും പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നമുക്കൊരു സ്പെഷ്യൽ ടൈപ്പ് യൂണിറ്റ് വെക്റ്റേഴ്സ് ഉണ്ട്. അതിന് പറയും ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. നെക്സ്റ്റ് യൂണിറ്റ് വെക്റ്റേഴ്സ്, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വെക്റ്റേഴ്സ് ആണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. സ്പെഷ്യൽ യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്
ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് വെക്റ്റേഴ്സ് നമുക്ക് ഏത് ഗിവൺ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ ഫോം ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ഈ 3 കോർഡിനേറ്റ് ആക്സിസിലും ഓരോ യൂണിറ്റ് വെക്റ്റേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ള മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ ആകുമ്പോൾ ആ പ്ലെയിനെ നമ്മൾ XY കോർഡിനേറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 3 കോർഡിനേറ്റ് ആക്സിസിൽ നമ്മൾ 3 യൂണിറ്റ് വെക്റ്റേഴ്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ 3 കോർഡിനേറ്റ് ആക്സിസ്? X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്. ഈ 3 ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്ന 3 സ്പെഷ്യൽ യൂണിറ്റ് വെക്റ്റേഴ്സ് ആർ നോൺ ആസ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. അപ്പോൾ ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് ആർ ദ യൂണിറ്റ് വെക്റ്റേഴ്സ് അലോങ് ദ 3 കോർഡിനേറ്റ് ആക്സിസ്. ഓക്കെ, അതിൽ ഏതൊക്കെയാണത്? നോൺ ആസ് ഐ ക്യാപ്. ശ്രദ്ധിക്കട്ടോ, നെയിം ഐ ക്യാപ് അലോങ് X ആക്സിസ് ആൻഡ് J ക്യാപ് along Y axis and K cap along Z axis. ഇതാണ് 3 ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. ക്യാപ്പ് ഇടാനുള്ള കാരണം യൂണിറ്റ് വെക്റ്റേഴ്സ് ആയതുകൊണ്ടാണ് ക്യാപ്പ് വെക്റ്റർ കേട്ടോ. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. അപ്പോൾ ഏതൊക്കെയാണ് യൂണിറ്റ് വെക്റ്റേഴ്സ്? ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സാണ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് ആർ ദ 3 യൂണിറ്റ് വെക്റ്റേഴ്സ്. അപ്പോൾ നോക്കാം, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. X ആക്സിസിൽ X കോർഡിനേറ്റിലൊരു 1 മീറ്റർ ലെങ്ത് ഇതാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതാണ് ഐ ഗ്യാപ്പ്. ഇനി Y ഡയറക്ഷനിലുള്ളതാണ് ജെ ക്യാപ്പ്, Z ഡയറക്ഷനിലാണ് കെ ക്യാപ്പ്. Z എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ടല്ല കേട്ടോ, ഇങ്ങനെ ഇങ്ങോട്ട് ഈ ബോർഡിന് 90 ഡിഗ്രി ഇങ്ങനെ ഇങ്ങോട്ട് വരാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സും വൈയും തമ്മിലുള്ള ആംഗിളാണ് 90 ഡിഗ്രി. പിന്നെ ജെയും കെയും തമ്മിൽ, കെ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ അതും 90 ഡിഗ്രി. ഐയും കെയും തമ്മിൽ അതും 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇതിനെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നു? ബിക്കോസ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇതിലെ ഏത് 2 വെക്റ്റർ, ഈ 3 വെക്റ്റേഴ്സിൽ ഐ ജെ കെയിലെ ഏത് 2 വെക്റ്റേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ ഈസ് ആൾവേസ് 90 ഡിഗ്രി. ദർഫോർ നോൺ ആസ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ്? വാട്ട് ഈസ് മീൻ ബൈ ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ എഴുതാം, യൂണിറ്റ് വെക്റ്റേഴ്സ് ആക്ടിങ് അലോങ് ദ 3 കോർഡിനേറ്റ് ആക്സിസ് XY ആൻഡ് Z ആർ നോൺ ആസ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. ഏതൊക്കെയാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഐ ക്യാപ്, ജെ ക്യാപ് ആൻഡ് കെ ക്യാപ്. ഐ ക്യാപ് ഈസ് ആക്ടിങ് അലോങ് X ആക്സിസ്, ജെ ക്യാപ് ഈസ് ആക്ടിങ് അലോങ് Y ആക്സിസ് ആൻഡ് കെ ക്യാപ് ഈസ് ആക്ടിങ് അലോങ് Z ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇത് 3 യൂണിറ്റ് വെക്റ്റേഴ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോപ്പർട്ടിയും കൂടെ എഴുതാം. എന്ത്? മാഗ്നിറ്റ്യൂഡ് അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ക്യാപ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് കെ ക്യാപ്. അങ്ങനെ എഴുതാലോ. കെ ക്യാപ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഐ ജെ കെ. ഇതിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് എന്തിന് തുല്യമാണ്? യൂണിറ്റ് വെക്റ്റേഴ്സ് അല്ലേ. യൂണിറ്റ് വെക്റ്റേഴ്സ് ആകുമ്പോൾ എനി യൂണിറ്റ് വെക്റ്റർ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 1. ഓക്കെ, അപ്പോൾ ഇതാണ് അത് യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ് മനസ്സിലാക്കാൻ. ഐ ക്യാപ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ് ഇസ് ഈക്വൽ ടു ജെ ക്യാപ് ഇസ് ഈക്വൽ ടു കെ ക്യാപ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് ദർഫോർ ദേ ആർ നോൺ ആസ് യൂണിറ്റ് വെക്റ്റേഴ്സ്. അതിൽ തന്നെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയാനുള്ള കാരണം ദീസ് വെക്റ്റേഴ്സ് ആർ ആക്ടിങ് അലോങ് 3 കോർഡിനേറ്റ് ആക്സിസ്. ഓക്കെ, ഐ ജെ കെ അല്ലെങ്കിൽ ഐ ക്യാപ്, ജെ ക്യാപ് ആൻഡ് കെ ക്യാപ് ആർ നോൺ ആസ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്.